ഹായ്. ഇന്നലെ ഞാൻ വന്ന് ഇൻട്രൊഡക്ഷനൊക്കെ തന്ന് ഞാൻ സ്റ്റോറി ആയിട്ട് പറയാനൊക്കെ പറഞ്ഞു. പക്ഷേ രാത്രിയായപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ ഏത് സ്റ്റോറി പറയുമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു നീ പണ്ട് ആ കനാലിൽ ചാടിയ കഥയൊക്കെ പറയണം കേട്ടോ എന്ന്. പക്ഷേ ഇനി ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ബോറടിക്കണ്ട. അവരിത് 7, 8 എന്നാണ് മിനിമം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ആ പുറകിലേക്കുള്ള ലൈഫ് നോക്കുമ്പോൾ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഇപ്പോഴും ഞാനിങ്ങനെ ഡെയിലി എന്നുള്ള രീതിയിൽ ഓർക്കാറുള്ള ഒരു ഇൻസിഡൻറ്റ് പറയാം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടാമത്തെ മോളുണ്ടായി കഴിഞ്ഞ് പോപ്പി, എൻ്റെ മൂത്ത ആൾ പാച്ചു, ഇളയത് പോപ്പി. പോപ്പി ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തു ജോലിക്ക്. അപ്പോൾ ഞാനൊരു സർവീസ് ബേസ്ഡ് കമ്പനിയിലായിരുന്നു കേട്ടോ. അത് ആക്ച്വലി വളരെ നല്ല കമ്പനിയാണ്. നല്ല വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്, കുറേ എംപ്ലോയി ബെനിഫിറ്റ്സ് ഉണ്ട്, അൺലിമിറ്റഡ് സിക്ക് ലീവ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള നല്ലൊരു കമ്പനിയാണ്. പക്ഷേ ഞാൻ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തത് കുറച്ചൊരു ഹെക്റ്റിക് ആയിട്ടുള്ള പ്രൊജക്റ്റിലായിരുന്നു. അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ഇൻറ്റേൺസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ടെക്നോളജി അറിയില്ല, പ്ലസ് നല്ല ടൈറ്റ് ഡെഡ് ലൈൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ടെക്നോളജി പഠിപ്പിക്കണം, ടൈമിൽ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, പ്ലസ് അവരുടെ വർക്കും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതുകൂടാതെ അതിൽ ഒത്തിരി കോൾസൊക്കെ രാത്രി ഓൺ സെറ്റ് ടീമുമായിട്ട് രാത്രി ഒരു 8:30, 9 o'clock ഉണ്ടായിരുന്നു. ഞാൻ ലീഡ് ആയതുകൊണ്ട് ഞാനതൊക്കെ എന്താണെങ്കിലും അറ്റൻഡ് ചെയ്യുകയും വേണമായിരുന്നു. പക്ഷേ ഞാനതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ആ ടൈമിൽ പോപ്പിനെ നോക്കാൻ ഒരാളുണ്ടായിരുന്നു. പോപ്പി തീരെ 6 മാസം 7 മാസം ആയുള്ളൂ. അപ്പോൾ ഡേ കെയറിൽ വിടാൻ പറ്റാത്തതുകൊണ്ട് പോപ്പിനെ നോക്കാൻ ഒരാളെ വെച്ചു. അവരാണെങ്കിൽ പകുതി ദിവസം വരാറില്ല. അന്നൊരു ദിവസം ഇതുപോലെ അവർ വന്നില്ല. ഓഫീസിലൊന്നും നല്ല തിരക്കായിരുന്നു. അപ്പോൾ പാച്ചുവിനാണെങ്കിൽ അന്ന് ചെറുതായിട്ട് രാവിലെ തൊട്ട് വീസിങ് ഉണ്ട്. ഈ പാച്ചു സ്കൂളിൽ പോകണ വരെ ഒരു അസുഖവും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു മന്ത്ലി 2 times ആൻറ്റിബയോട്ടിക് എടുക്കുന്ന രീതിയിൽ കോൾഡ് കോഫ് ബാക്ക് ടു ബാക്ക് പാച്ചുവിനും പോപ്പിക്കും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു, ഈ കോവിഡൊക്കെ കഴിഞ്ഞ ടൈമിൽ. അപ്പോൾ ഞാൻ അതോർത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പാച്ചു അത് ആ വർഷമാണ് നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പാച്ചുവിനെ LKG വിട്ടു. അപ്പോൾ ഒരു 12 o'clock ആകുമ്പോൾ അവരുടെ ക്ലാസ് കഴിയും എനിക്ക് വിളിക്കാൻ പോകണം. അപ്പോൾ 12 മണിയായപ്പോൾ ഞാൻ പാച്ചുവിനെ വിളിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ. ആ സമയത്ത് അങ്ങനെ മഴ ഇല്ലായിരുന്നു ആക്ച്വലി, പക്ഷേ പെട്ടെന്ന് മഴ പെയ്തു. എൻ്റെ കയ്യിൽ കുടയില്ല. ഞങ്ങളപ്പോൾ ബാംഗ്ലൂരിൽ ഒരു പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു 1 week ആയേ ഉള്ളൂ. എനിക്ക് അവിടെ ആരെയും പരിചയമില്ല, ഹൗസ് ഓണർ പോലും അങ്ങനെ ഒരു പരിചയമില്ല. അപ്പോൾ എനിക്ക് പോപ്പിനെയും കൊണ്ട് പോകണം. പോപ്പിനെ തന്നെ ആക്കിയിട്ട് പോകാൻ വയ്യ. പോപ്പി എഴുന്നേറ്റിരിക്കും. ഉറങ്ങുമായിരുന്നെങ്കിൽ ഞാൻ പിന്നെ വാതിൽ ലോക്ക് ചെയ്തിട്ട് പോയേനെ. പക്ഷേ പോപ്പിനെ എടുത്തു. ഈ മഴയത്ത് കുടയില്ല, പക്ഷേ എനിക്ക് ലേറ്റ് ആവാനും പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വന്നു. പിന്നെ ഞാൻ പോപ്പിനെ കുറച്ച് ജാക്കറ്റൊക്കെ ഇടിച്ച് 2 തൊപ്പിയൊക്കെ വെച്ച് അതിൻ്റെ മേളിൽ വീണ്ടും ബ്ലാങ്കറ്റൊക്കെ വെച്ച് ഒരു ബാഗിലാക്കി പോപ്പിനെയും പിടിച്ച് ഞാൻ ഓടി സ്കൂളിലോട്ട്. അവിടെ സ്കൂളിൽ ചെന്ന് പാച്ചുവിനെ വിളിച്ച് വന്നപ്പോൾ പാച്ചു എന്നെ കണ്ടപ്പോൾ തൊട്ട് അമ്മ എടുക്കുക എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി. പാച്ചുവിന് വയ്യായിരുന്നു. പക്ഷേ പിന്നെ പാച്ചുവിൻ്റെ ബാഗിലൊരു കുടയുണ്ടായിരുന്നു. അപ്പോൾ ആ കുടയെടുത്ത് ഞാൻ പാച്ചുവിനെ ഇങ്ങനെ പിടിച്ച് പാച്ചുവിൻ്റെ ബാഗ്, പാച്ചുവിൻ്റെ ലഞ്ച് ബാഗ്, പോപ്പി, പാച്ചുവിനെയും പിടിച്ച് കുടയും പിടിച്ച് ഞങ്ങളിങ്ങനെ നല്ല സ്ട്രഗിൾ ചെയ്ത് വരുക. അപ്പോൾ ആ സമയത്ത് റോഡിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വരുന്ന വണ്ടികളുണ്ടാവും, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു പ്രകാരം ഇങ്ങനെ ചാടി വന്നു. വീട്ടിലെത്താറായപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ടീംസിൻ്റെ കോളാണ്, ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു പ്രകാരം വാതിലൊക്കെ തുറന്ന് അകത്ത് കയറി. ഞാൻ ഇവർ തല തോർത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ലാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ എൻ്റെ മാനേജർ കോളേജിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ഫോണിലോട്ട് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു മാലു എന്താ കോളേജിൽ ജോയിൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വാസ് ഹാവിങ് ലഞ്ച്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാനേ തോന്നി. ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ലഞ്ച് കഴിക്കുന്നത് കൊള്ളാം, പക്ഷേ വേഗം കോളിൽ കയറി കുറച്ച് ഹാഷായിട്ട് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സഹതാപം തോന്നി, വിഷമം തോന്നിയിരിക്കുന്ന ഒരു സമയത്ത് ഇയാൾ ഇങ്ങനെയും കൂടെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് എന്താണെന്നറിയില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ കോളിൽ ജോയിൻ ചെയ്തു. അവർ പറയണതൊക്കെ ലിസൺ ചെയ്തു. എന്തൊക്കെയോ അത് കോള് കഴിഞ്ഞു. ഞാൻ ഒന്നും റീതിങ്ക് ചെയ്തില്ല. ജസ്റ്റ് ലാപ്പ് എടുത്തു, വർക്ക് ഡേ ഓപ്പൺ ചെയ്തു. വർക്ക് ഡേയിലാണ് നമ്മൾ റെസിഗ്നേഷൻ റേസ് ചെയ്യുന്നത്. റെസിഗ്നേഷൻ പേപ്പർ ഇട്ടു. എന്നിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ഈവൻ ഞാനങ്ങനെ ഒരു കരിയർ ബ്രേക്ക് എടുക്കാനും എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു. അത് എന്നെക്കൊണ്ട് അപ്പോൾ പറ്റുന്നൊരു സിറ്റുവേഷനും അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും നോക്കാതെ പേപ്പർ ഇട്ടു. എനിക്കറിയില്ല ഇനി ഞാൻ വല്ല ഡിപ്രഷനൊക്കെ കടന്നു പോകുമായിരുന്നു. കാരണം ചില ഡിപ്രഷനൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്നല്ലേ പറയണേ. അല്ല, ഡിപ്രഷനാണോ എടുത്തുചാട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. കാരണം അത് എന്നെക്കൊണ്ടൊരു താങ്ങാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാ അത്ര ക്വിക്ക് ഡിസിഷൻ എടുത്തത്? കാരണം ആ കമ്പനി വളരെ നല്ലതായിരുന്നു, കുറേ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ ആ പ്രൊജക്റ്റ് മോശമാണെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്ക് പ്രൊജക്റ്റ് മാറാൻ ട്രൈ ചെയ്യാമായിരുന്നു. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എടുത്ത് ചാടി പേപ്പർ ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പിന്നെ വേറൊരു സൈഡും കൂടെ ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മളങ്ങ് കേൾക്കണം. ആ കമ്പനി കഴിഞ്ഞ് ഞാൻ പിന്നെ വേറെ ജോയിൻ ചെയ്ത ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയില്ല.
നല്ല ഹൈക്കോടതി ജോയിൻ ചെയ്തു. പ്ലസ് അവിടെ ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസും കൂടെ ആയിരുന്നു. അവിടെ ഞാനായിരുന്നു ആദ്യം ജോയിൻ ചെയ്ത ലേഡി എംപ്ലോയി. അപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ ഉള്ളം കൈ കൊണ്ട് നടക്കണ പോലെയായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും ഉണ്ട്. നമ്മൾ ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കണം എന്നുള്ള ചില ആൾക്കാർ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യും. പക്ഷെ ഐ പ്രിഫർ നമ്മുടെ മനസ്സ് പറയണത് കേൾക്കും. അപ്പോൾ അടുത്ത സ്റ്റോറി അടുത്ത എപ്പിസോഡിൽ. ടാറ്റാ.